ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിൽ അവകാശവാദവുമായി സിപിഐയും കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗവും സീറ്റുകൾ വിട്ടു നൽകാനാകില്ലെന്ന നിലപാടിലാണ് ഇരുകൂട്ടരും. ഇടതുമുന്നണി യോഗത്തിൽ വിഷയം അവതരിപ്പിക്കാനാണ് നേതാക്കളുടെ തീരുമാനം. ജൂലൈയിൽ ഒഴിവ് വരുന്ന 3 രാജ്യസഭാ സീറ്റുകളിൽ 2 ഇടതുമുന്നണിക്ക് ലഭിക്കുക. അതിലൊരെണ്ണം സിപിഐഎം തന്നെ കൈവശം വയ്ക്കാനാണ് സാധ്യതകളേറെയും. ശേഷിക്കുന്ന ഒരു സീറ്റ് ആർക്ക് നൽകുമെന്നതിലാണ് ആശയക്കുഴപ്പം. സിപിഐഎം കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗവും ഒരുപോലെ ഈ സീറ്റുകളിൽ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. മുന്നണിയിലേക്ക് വരുമ്പോൾ തന്നെയുള്ള ധാരണ പ്രകാരം സീറ്റ് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന നിലപാടിലാണ് കേരള കോൺഗ്രസ്. പാർട്ടിക്ക് വ്യക്തമായ ഒരു നിലപാടുണ്ട്, വ്യക്തമായ ഒരു ധാരണയുണ്ട്. പക്ഷേ ആ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് അത് LDFിലാണ്, അത് പബ്ലിക്കിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളല്ല. എന്നാൽ CPIയുടെ സീറ്റ് CPIക്ക് തന്നെയെന്ന ബിനോയ് വിശ്വം. അക്കാര്യത്തിൽ ആർക്കും സംശയം വേണ്ടെന്നും നേതാക്കൾ വ്യക്തമാക്കുന്നു. CPIയുടെ സീറ്റ് CPIക്കായിരിക്കും. LDFിന്റെ സംസ്കാരമുണ്ട്, ആ സംസ്കാരം CPIക്ക് അറിയാം. ഇരുകൂട്ടരും തങ്ങളുടെ നിലപാട് ഇടതുമുന്നണി നേതൃത്വത്തെ അറിയിക്കും. പ്രശ്നം എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നതാണ് CPIM നേതൃത്വം നേരിടുന്ന വെല്ലുവിളി. ഘടകകക്ഷികളെ തൃപ്തിപ്പെടുത്താൻ CPIM വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ എന്നുള്ളതും പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിനുള്ള സാധ്യത പക്ഷേ നന്നേ കുറവാണ്. കേവലം രാജ്യസഭാ സീറ്റിലെ പ്രാതിനിധ്യം എന്നതിനപ്പുറം ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ പ്രബല കക്ഷി ആരെന്നത് സംബന്ധിച്ച ബലാബല പരീക്ഷണത്തിന്റെ കൂടി വേദിയാകും LDFിലെ രാജ്യസഭാ സീറ്റ് വിഭജനം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.